ഒന്നാമത്തെ വ്യക്തിയാരാ? അത് അഹങ്കാരമുള്ളവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴി പറഞ്ഞു തരികയാ. ഒരാളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഉമർ തങ്ങൾ. അല്ലാഹുവേ, അവിടെ ഖലീഫയായിരിക്കുമ്പോ ഉമർ തങ്ങൾ പടച്ചവനെ മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ പോകുകയാണ്. സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇമാമത്ത് നിൽക്കാൻ പള്ളിയിലേക്ക് പോകുകയാണ്. പടച്ചവനെ പള്ളിക്കകത്ത് ചെന്നു. അതാ അവിടെ ഇഖാമത്ത് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കാൻ കേറി നിൽക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും പുറകെ സഫ് കെട്ടി നിന്നു. ഉമർ തങ്ങൾ പള്ളിക്കകത്ത് സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാ. പടച്ചവനെ അവിടെ ഫാത്തിഹ ഓതി സൂറത്തു ത്വാഹ ഓതിയിട്ട് പാരായണം ചെയ്യുകയാണ്. ഒന്നാമത്തെ റക്അത്തിലെ സൂറത്തു ത്വാഹ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വരുന്നത്. പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഇടയിലൂടെ നടന്ന് അതാ ഇമാമായി നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ ചാരത്ത് വന്നു. ആ കടാര അടിവയറ്റിലേക്ക് അവിടുന്ന് കുത്തിയങ്ങ് കേറ്റുകയാണ്. പടച്ച റബ്ബേ, ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തികേറ്റുകയാ. വലിച്ചൂരിയിട്ട് ഇറങ്ങി ഓടുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികൾ അവിടുന്ന് കുത്തി മലർത്തുകയാ. അബൂ ലുഅ്ലുഅ ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, പള്ളിക്കകത്ത് സ്വഹാബത്ത് മുഴുവനും പുറകിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് നിസ്കാരം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഉമർ തങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. കാരണം കുത്തുകൊണ്ടിട്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരാളെയല്ല കുത്തിയത്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങള് പള്ളിയുടെ മിഹ്റാബിനകത്തിട്ട് കുത്തിയിരിക്കുകയാ. പടച്ചവനെ, ഒരാളും ഇറങ്ങി ഓടിയില്ല, ഒരാളും കൈയഴിച്ചില്ല. എല്ലാവരും നിസ്കാരത്തിലാണ്. പടച്ചവനെ, ഉമർ തങ്ങൾക്ക് നിസ്കാരം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങൾ അനുവാദം കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. പുറകിൽ നിന്ന് സ്വഹാബി മുമ്പിലേക്ക് കയറുകയാണ്. ഉമർ തങ്ങൾ പിടഞ്ഞ് താഴെ വീഴുകയാ. ആ സ്വഹാബിയുടെ കാൽച്ചുവട്ടിൽ കിടന്നിട്ട് ഉമർ തങ്ങൾ മരണപ്രാളത്തിൽ പിടയുമ്പോ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുകയാണ്. നിസ്കാരം പൂർത്തീകരിച്ചു. ഉമർ തങ്ങൾ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാ. ഉമർ തങ്ങളുടെ സക്കറാത്തിന്റെ അവസ്ഥ കടന്നു വന്നു. മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ ഉമർ തങ്ങൾ പള്ളിക്കകത്ത് കിടക്കുകയാ. സ്വഹാബികൾ അടുത്തു വന്നു. ഉമർ തങ്ങൾ ഓരോ ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ സ്വഹാബികൾ പലരും ഇങ്ങനെ കടന്നു വന്നു. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് ചോദിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ, നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ഉമർ തങ്ങളെ സങ്കടപ്പെടുന്നത്? നിങ്ങൾ ആരായിരുന്നു ഉമർ? ആ ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങൾ ആരായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ, നബി തങ്ങളുടെ തലയെടുക്കാൻ പോയ ആളാ. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയ ആളാ. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ. നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചു. ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാകാൻ കഴിഞ്ഞല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട സഹാബിയായല്ലോ. പടച്ചവനെ നിങ്ങൾ രണ്ടാമത്തെ ഖലീഫയായല്ലോ. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ. എന്നിട്ട് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിക്ക്, നിങ്ങൾ സന്തോഷിക്ക്. എത്ര വലിയ ഭാഗ്യവാനാണ്. ലോകത്ത് ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ. ഈ യുദ്ധം ഹറാമാക്കിയ ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാ ഭാഗ്യം കിട്ടിയില്ലേ. ചെറുപ്പക്കാരൻ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അവസാനമെല്ലാം പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ തിരിച്ച് നടന്നു പോകുമ്പോ ഉമർ തങ്ങളൊരു രംഗം കാണുകയാ. ഉമർ തങ്ങളൊരു രംഗം കാണുകയാ. ഉമർ തങ്ങൾ വിളിക്കുന്നു, അല്ലാഹുവേ, മനസ്സിന് സമാധാനമുണ്ടാകുന്ന വാർത്ത പറഞ്ഞിട്ട് ആ മടങ്ങി പോകുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യ, ഏ പൊന്നുമോനെ ഒന്ന് നിൽക്കണേ, ഏ പൊന്നുമോനെ ഒന്ന് നിൽക്കണേ. ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറയുകയാ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളു ആ മരണത്തിന്റെ വേളയിൽ പതുക്കെ അങ്ങ് എഴുന്നേക്കുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണയുടെ താഴെയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ.